ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് പുതിയ WTC സൈക്കിളുമായി ബന്ധപ്പെട്ടതാണ്. 2025-2027 ടെസ്റ്റ് സൈക്കിളിന് ഇന്ന് തുടക്കമാകാൻ പോവുകയാണ്. ബംഗ്ലാദേശും ശ്രീലങ്കയും ഇന്ന് ഏറ്റുമുട്ടുന്നതോടെയായിരിക്കും പുതിയ ടെസ്റ്റ് സൈക്കിൾ സ്റ്റാർട്ടാകുന്നത്. ഈ മാസം 20 മുതലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ തുടങ്ങുക. 18 ടെസ്റ്റ് മത്സരങ്ങളായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയ, വിൻഡീസ്, സൗത്ത് ആഫ്രിക്ക എന്നിവരുമായി ഹോം സീരീസും ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ശ്രീലങ്ക എന്നിവരുമായി എവേ സീരീസുമാണ് ഇന്ത്യക്കുള്ളത്. 22 ടെസ്റ്റ് കളിക്കുന്ന ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത്. തൊട്ടു പിന്നാലെ 21 ടെസ്റ്റുമായി ഇംഗ്ലണ്ട് ഉണ്ട്. അടുത്ത അപ്ഡേറ്റ് ക്രിക്കറ്റിൽ വന്നിരിക്കുന്ന 2 റൂൾ ചേഞ്ചുമായി ബന്ധപ്പെട്ടതാണ്. കൺകഷൻ സബ് എന്ന റൂൾ 2019 നിലവിൽ വന്നതിന് ശേഷം ഇതിലെ ലൂപ്പ് ഹോൾ ടീമുകൾ നന്നായി തന്നെ മുതലാക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഈ റൂൾ മിസ്യൂസ് ചെയ്തത്. ഏതെങ്കിലും ഒരു പ്ലെയറുടെ തലയിൽ പന്തുകൊണ്ട് കൺകഷൻ വന്നാൽ അതിന് ബദലായി ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് മത്സരത്തിൽ കൊണ്ടുവരാം എന്നതാണ് ഈ റൂള്. എന്നാൽ 2020 ഇന്ത്യ ഓസ്ട്രേലിയ സീരീസിൽ ജഡേജയുടെ കൺകഷൻ സബായി ചഹലിനെ കൊണ്ടുവന്നതും റീസെന്റ് ആയ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ ശിവൻ ദൂബെയുടെ റീപ്ലേസ്മെന്റായ ഹർഷിത് റാണയെ കൊണ്ടുവന്നതും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാരണം ഇവരാരും ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല. കൂടാതെ ചഹലും ഹർഷിത്തും ആ മത്സരങ്ങളിൽ 3 വിക്കറ്റ് വീതമെടുത്ത് ഇന്ത്യയുടെ വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു. സോ ഇനി ഇങ്ങനെയുള്ള മിസ്യൂസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇനി എല്ലാ മാച്ചും തുടങ്ങുന്നതിന് മുൻപ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളുടെ പേര് ടീമുകൾ കൊടുക്കണം. ഇതിലൊരു ബാറ്റർ, വിക്കറ്റ് കീപ്പർ, സ്പിന്നർ, ഫാസ്റ്റ് ബൗളർ, ഓൾറൗണ്ടർ എന്നിങ്ങനെ 5 ഡിഫറന്റ് താരങ്ങൾ ഉണ്ടായിരിക്കണം. ഇതിൽ നിന്നാണ് പരിക്ക് ആർക്ക് പറ്റുന്നോ അവരുടെ കാറ്റഗറിയിലുള്ള ഒരു സബിനെ തിരഞ്ഞെടുക്കേണ്ടത്. മറ്റൊരു റൂൾ ചേഞ്ച് ബൗണ്ടറി ഫീൽഡിംഗ് റിലേറ്റഡ് ആണ്. ബണ്ണി ഹോപ്പിംഗ് എന്ന് പറയുന്ന ആക്രോബാറ്റിക് ഫീൽഡിംഗ് ഇപ്പോൾ ക്രിക്കറ്റിൽ വളരെ കോമൺ ആണ്. 2023 BBL മൈക്കിൾ നേസർ എടുത്ത ക്യാച്ച് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. ഇതിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ റൂൾ പ്രകാരം ബൗണ്ടറിയുടെ പുറത്തു നിന്ന് ഒറ്റത്തവണ മാത്രമേ പന്തിൽ ടച്ച് ചെയ്യാൻ പറ്റൂ. സെക്കൻഡ് ടച്ച് ഫീൽഡിനുള്ളിൽ നിന്നായിരിക്കണം നടത്തേണ്ടത്. അല്ലാത്ത പക്ഷം അത് ബൗണ്ടറിയായി കണക്കാക്കും. അവസാനത്തെ അപ്ഡേറ്റ് IPLുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടുമെന്ന വാർത്ത ആദ്യം ഒരു റൂമറായി മാത്രമാണ് തോന്നിയതെങ്കിൽ ഇപ്പോൾ അത് കുറെ ജെനുവിനായി മാറിയിട്ടുണ്ട്. സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റ് സഞ്ജുവിന്റെ സ്പോർട്സ് ഏജന്റ് ഒക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വിക്കറ്റ് കീപ്പറെ ആവശ്യമായ 2 ടീമുകൾ സഞ്ജുവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് ഡെഫിനറ്റായും CSK ആണ്. രണ്ടാമത്തെ ടീം കൊൽക്കത്തയാണ് എന്നാണ് റൂമർ. ജയ്സ്വാളിനെ ക്യാപ്റ്റൻസി ഓപ്ഷനാക്കി കണ്ട് രാജസ്ഥാൻ മുന്നോട്ട് പോകും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ കാണുന്നത്. സോ എന്തായാലും അടുത്ത റിലീസ് ലിസ്റ്റ് വരുന്നത് വരെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടി വരും.